നമുക്കൊപ്പം ജെയിംസ് കെ ജേക്കബ് ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ശ്രീ ജെയിംസ് കെ ജേക്കബ്, നമസ്കാരം. ഈ ഉന്നതിയിലെ ഈ സാംസ്കാരിക സമുച്ചയത്തിന് എന്താ പറ്റിയത്? ഇപ്പൊ രണ്ടെണ്ണമാണ് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നത്. ഒന്ന് മേമാരിയും ഒന്ന് വാക്കത്തി. അതെ, ഇവിടെ ഇപ്പൊ നമ്മളെ ഒരാളുടെ പേരില് നമ്മുടെ ഇവിടുത്തെ ഒരു ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാള് സബ് എടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതെ, ഇപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇയാൾ അവിടെ ചെയ്യാറുണ്ട്. അപ്പൊ പല വർക്കുകൾ ഇതുപോലെ എടുത്തിട്ട് ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാൻ ആൾക്ക് എളുപ്പമാണല്ലോ. അപ്പോ അങ്ങനെ ആണ് ഇയാള് പലപ്പോഴും ബില്ല് മാറിപ്പോയിട്ടുള്ളത്. അതെ, ഇപ്പൊ ഈ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായിട്ടില്ലല്ലോ. ഇല്ല, അത് എങ്ങനെ റിപ്പോർട്ട് വന്നതിനെ കുറിച്ച് അറിയില്ല. ഇത് കാരണം എന്തറിയോ, നമുക്കിപ്പോ ഈ മാർച്ച് മാസം ആകുമ്പോൾ ബൾക്ക് ബില്ല് വരുമല്ലോ. അതായത് പണി പൂർത്തിയാക്കാതെ ഇയാൾക്ക് ബില്ല് മാറി നൽകി. അതെ അതെ അതെ. അത് ആരുടെയെങ്കിലും സ്വാധീനം കൊണ്ടായിരിക്കില്ലേ? ആള് തന്നെ പറഞ്ഞ് മീൻസ് ഉദ്യോഗസ്ഥരുടെ പണി തീർത്തോളം ചെയ്തോളാന്നൊക്കെ പറഞ്ഞ് മേടിച്ചതായിരിക്കാം. കമ്മീഷനായിട്ടാണ് കെട്ടിടം മൊത്തം ചോർന്നൊലിക്കുകയാണല്ലോ. നമുക്കിത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അവിടെ ഇത് കിട്ടിയേക്കുന്നത് ഫൈനൽ ബില്ലിനെ. ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തു എന്നാണോ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്? അതെ അതെ. അപ്പൊ ആ സമയത്ത് ആരും പരിശോധന ഒന്നും നടത്തിയില്ലേ? സമയത്ത് ആരും പരിശോധിച്ചിട്ടില്ല. പിന്നീടാണ് ഇതിനെ കാര്യങ്ങൾ അറിയുന്നത്. അയ്യോ, അത് വലിയ വീഴ്ചയല്ലേ ജെയിംസ് കെ ജേക്കബ്? അത് അന്വേഷിക്കാനായിട്ടേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 3 വർഷമായില്ലേ ജെയിംസ് കെ ജേക്കബ്? നമ്മുടെ എയുടെ ഓഫീസിൽ നിന്ന് അതിന്റെ റിപ്പോർട്ട് മേടിച്ച് അത് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അല്ല, ഇത് 3 വർഷമായില്ലേ? ഇതിന്റെ പണികൾ എറിഞ്ഞു നീങ്ങുമായിരുന്നു. ഈ കഴിഞ്ഞ വർഷമാണ്. അല്ല, ഈ ബില്ല് മാറിയത് ഏത് വർഷമാണ്? 3 വർഷം മുമ്പാണോ ജെയിംസ് കെ ജേക്കബ്? ബില്ല് മാറിയത് ഈ കഴിഞ്ഞ വർഷം അങ്ങോട്ടാന്ന് തോന്നുന്നു. ഇത്രയും നാളായിട്ട് ഇതൊന്നും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ ശ്രീ ജെയിംസ് കെ ജേക്കബ്? നമുക്ക് ഇതുവരെ അതിന്റെ പണികൾ എന്നാണ് തുടങ്ങിയത് എന്നാണ് സംഭവം. ഇത് ഭയങ്കരമായിട്ട് എഴഞ്ഞു നീങ്ങുമായിരുന്നു ഈ പണികളെ. അങ്ങ് ഇപ്പോഴും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ ശ്രീ ജെയിംസ് കെ ജേക്കബ്? ഇങ്ങനെ ഒരു പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് മൊത്തം ഫയൽ എടുത്തത്. അന്നേരമാണ് ഈ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. പക്ഷേ എന്നാലും ഇത്രയും 12 ലക്ഷം രൂപയൊക്കെ ഉള്ള വലിയൊരു പ്രോജക്റ്റ് ആകുമ്പോൾ അതൊക്കെ അന്വേഷിക്കേണ്ടായിരുന്നോ ശ്രീ ജെയിംസ് കെ ജേക്കബ്? ആരാണ് നിങ്ങളുടെ വാർഡ് കൗൺസിലർ ആ ഭാഗത്ത്? എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. അവരും അത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇല്ല, അവരൊന്നും ആരും റിപ്പോർട്ട് ചെയ്തില്ല. ഇങ്ങനെ ഒരു പരാതി ലഭിച്ച പിന്നെയാണ് നമ്മൾ ഇത് അന്വേഷിക്കുന്നത്. അപ്പോൾ പഞ്ചായത്തിന് ഈ പണം ഇയാൾ കൊണ്ടുപോയി, പക്ഷെ ആ കെട്ടിടത്തിൽ കയറാൻ പറ്റത്തില്ല. അതാ അവസ്ഥ. അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടുന്ന് അടക്കമുള്ള നമ്മുടെ പ്രോജക്ട് ഓഫീസർ അടക്കമുള്ള ആളുകൾ അവിടെ പോയിരുന്നു. ഒരു കാര്യമില്ല, 3 വർഷമായി ജെയിംസ് കെ ജേക്കബ്. അങ്ങ് അതിനകത്ത് ഇടപെടണം കേട്ടോ, അല്ലെങ്കിൽ അങ്ങയുടെ പേരാ പോകുന്നത്. നമുക്ക് അങ്ങേക്ക് ഇത് അറിയില്ല എന്ന് പറയുന്നത് തന്നെ നാണക്കേടല്ലേ? ഇത് അങ്ങയുടെ പഞ്ചായത്തിലുള്ളൊരു സ്ഥാപനമല്ലേ? അങ്ങ് വലിയ പ്രതീക്ഷയോടുകൂടി കൊണ്ടുവന്നൊരു പ്രോജക്റ്റ് അല്ലേ? വലിയൊരു പ്രശ്നം എന്താ അറിയാമോ, ഇവിടെ ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആള് നമ്മുടെ ലോഗിനും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ആൾക്ക് വേണമെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ബില്ലേ വലിയ തട്ടിപ്പാണ് ശ്രീ ജെയിംസ് കെ ജേക്കബ്. അങ്ങനെ വെറുതെ വിടരുത്. അങ്ങനെയൊക്കെ ഈ പറയുന്ന പാവപ്പെട്ട മനുഷ്യരെ പറ്റിക്കുന്ന മനുഷ്യരെ നിങ്ങളുടെ സ്ഥാപനത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ ഇപ്പൊ അവിടുന്ന് പിരിച്ചു വിട്ടിട്ടുണ്ടോ? അയാൾ ഇപ്പോഴും അവിടെ ഉണ്ടോ? അയാളെ പിരിച്ചു വിട്ടിരുന്നു, പക്ഷെ അയാൾ കോടതിയുടെ പ്രകാരം തിരിച്ചു വന്നിരിപ്പുണ്ട്. അത് ശരി, ബെസ്റ്റ്. ഇത്രയും പറ്റിച്ചിട്ടിരിക്കുന്ന ആളോ? അതെ, വീണ്ടും വന്നിട്ട് നമ്മുടെ അപ്രൈസൽ കമ്മിറ്റിയോട്, ജില്ലാ അപ്രൈസൽ കമ്മിറ്റിയോട് ആളെ തിരിച്ചെടുക്കുന്ന കാര്യം തീരുമാനിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കോടതി. ഒരു കാരണവശാലും തിരിച്ചെടുക്കില്ലാതെ നിങ്ങൾ തീരുമാനം എടുക്കണം ജെയിംസ് കെ ജേക്കബ്. അയാളുടെ പേരെന്താ? ബിബിൻ തോമസ്. ബിബിനാണ് ഈ പണി കാണിച്ചിരിക്കുന്നത്. താങ്ക് യു ജെയിംസ് കെ ജേക്കബ്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ഈ നമ്മൾ എന്താ പറയുക, പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിന് അധികം എന്താ പറയാൻ കഴിയുക? ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ബിബിൻ എന്ന് പറയുന്ന ഒരു കക്ഷി അവിടുത്തെ ടെക്നിക്കൽ അസിസ്റ്റന്റായിട്ട് അടിച്ചുമാറ്റി. അത്ര തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. 12 ലക്ഷം രൂപ പ്ലംബിങ്ങും വൈദ്യുതിയും അവിടുത്തെ ഡോറും ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. അതാണ് രാഹുൽ കാണിച്ചത്. ആദിവാസി ഉന്നതിയിലെ ഒരു കമ്മ്യൂണിറ്റി ഹാള്, ഒരു സാംസ്കാരിക നിലയം ഇങ്ങനെ 12 ലക്ഷം രൂപ അടിച്ചു മാറ്റി പാതി വഴിയിൽ കിടക്കുകയാണ്. ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളതല്ലേ ഇത് മനസ്സിലാവുന്നത്. നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരം നഗരത്തിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ പണിയാൻ വന്നാൽ നാട്ടുകാർ എല്ലാ ദിവസവും പോയി നോക്കില്ലേ? ഇത് ഉത്തരവാദിത്തമുള്ള ആരും അവിടെ ഇല്ലേ? പഞ്ചായത്ത് പ്രസിഡന്റ് ഇതാ ഇങ്ങനെ പറയുന്നു. പഞ്ചായത്ത് അവിടുത്തെ വാർഡ് മെമ്പർ അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ്. എല്ലാവരും ഇതിന്റെ വിഹിതം പറ്റിയെന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? കുറ്റം പറയാൻ പറ്റില്ല.